ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഏഷ്യൻ കപ്പ് കാണാൻ വേണ്ടിയിട്ട് പോകാനുള്ളൊരു പരിപാടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 7:10 കളി തുടങ്ങി കാണും തോന്നുന്നു. 6:30 6:30 അപ്പോൾ കളി തുടങ്ങി. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഫ്രണ്ട് വിളിച്ചപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാമെന്നുള്ളതിൽ പ്ലാനിൽ ഇറങ്ങുകയാണ്. അപ്പോൾ അവിടുത്തെ വിഷ്വൽ അവിടെ എത്തിയിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി റോട്ടിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ റോഡ് നിറയെ പോലീസാണ്. പിന്നെ പോരാത്തതിന് സിഗ്നൽസ് എല്ലാം അവർ ക്ലോസ് ചെയ്ത് വെച്ചതാണ്. സ്റ്റേഡിയത്തിലേക്ക് പോകേണ്ട ആ സിഗ്നൽ മാത്രമേ അവർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഡൈവേഷനാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് ശരിക്കും നേരെ പോയാലും പറ്റും. നമുക്ക് വേറൊരു വഴി കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റൈറ്റ് കട്ട് പിടിച്ച് നമ്മൾ നേരെ പോയി നോക്കുമ്പോൾ കാണുന്നത് അവിടെ എല്ലാം സിഗ്നൽ ഓപ്പൺ ആണെങ്കിലും നമുക്ക് ലെഫ്റ്റിലേക്കാണ് കയറേണ്ടിയിരുന്നത്. പക്ഷേ ആ ലെഫ്റ്റ് എല്ലാം അവർ ക്ലോസ് ചെയ്ത് വെച്ചതായിരുന്നു. കാരണം ചിലപ്പോൾ ട്രാഫിക് നിയന്ത്രിക്കാനായിരിക്കാം, അല്ലെങ്കിൽ അവിടെ വണ്ടികളുടെ ഒരു കൺട്രോളിന് വേണ്ടിയായിരിക്കും, വണ്ടികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്ത് പറഞ്ഞാലും നമുക്ക് സിമ്പിളായിട്ട് കയറേണ്ട വഴികളെല്ലാം അവർ ക്ലോസ് ചെയ്ത് വെച്ചു. അങ്ങനെ അത് കാരണം നമ്മൾ കിലോമീറ്ററുകൾ താണ്ടിയിട്ട് നമ്മൾ യൂ ടേൺ അടിച്ച് സ്റ്റേഡിയത്തിലേക്ക് വേണ്ട ഒരു വഴി മാത്രം ഒരു കണ്ടില്ലേ തരംതിരിച്ച് മാറ്റി വെച്ചത്. അപ്പോൾ ആ ട്രാക്കിൽ കയറി നമ്മൾ പിന്നാലെ പിടിച്ചിട്ട് വേണം നമ്മളിങ്ങനെ സ്റ്റേഡിയത്തിലേക്കല്ല പാർക്കിങ്ങിലേക്ക് എത്തിപ്പെടാൻ. അങ്ങനെ നമ്മൾ ഒരുവിധം മെല്ലെ നമ്മൾ ചെന്ന് നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യാൻ തന്നെ മണിക്കൂറുകൾ എടുത്തുട്ടോ. അങ്ങനെ ഓൾറെഡി കളി തുടങ്ങിക്കഴിഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ അതുകൊണ്ടാണ് ഈ ഓടിക്കതച്ച് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അങ്ങ് ദൂരെയാണ് സ്റ്റേഡിയം കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കും പോലെ തൊട്ടടുത്തല്ല അത് നമ്മൾ സ്റ്റേഡിയവും വണ്ടി പാർക്കിങ്ങും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് കിലോമീറ്റർ ഇപ്പോഴാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. അവിടെ വണ്ടി വെച്ചിട്ട് നമ്മൾ അങ്ങ് നടക്കണം സ്റ്റേഡിയത്തിൻ്റെ ഗേറ്റ് വരെ. ഗേറ്റും അല്ല, നമ്മളങ്ങ് എന്താ പറയുക, ഒരുപാട് ദൂരം. ശരിക്കും പറഞ്ഞാൽ നടന്നിട്ട് ശരിക്കും നമുക്ക് മതിയായി. നമ്മൾ സീതാനം സ്റ്റേഡിയത്തിൻ്റെ അടുത്തേക്ക് എത്തി തുടങ്ങുകയാണ്. ഇതാണ് നമ്മൾ സ്റ്റേഡിയം കുറേ പ്രാവശ്യം നമ്മൾ കാണിച്ചാണ്. സ്റ്റേഡിയം തുടങ്ങിയ ആളുകളൊക്കെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. കളി തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. എന്തായാലും പാട്ടും കുത്തൊക്കെ ചെയ്യുന്ന സംഭവങ്ങളായിരിക്കും. ഞാൻ കാണുന്ന സ്റ്റെപ്പിലൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം സ്റ്റേഡിയത്തിൻ്റെ അടുത്തെത്തി. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ നടന്ന് സ്റ്റേഡിയത്തിൻ്റെ അടുത്തെത്തി. ഇനി നമുക്ക് ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടി ആ ബാരിക്കേഡിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ കറങ്ങി കുറേ അങ്ങോട്ട് നടക്കും, കുറേ ഈ സൈഡിലേക്ക് നടക്കും, അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും. അങ്ങനെ നടന്ന് നമ്മൾ സെക്യൂരിറ്റിയുടെ അടുത്തെത്തി. അവിടെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ സെക്യൂരിറ്റി ഇഷ്യൂ കാരണം നമുക്ക് അവിടെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഉള്ളിൽ എത്തി. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഡിയം. എന്നിട്ടും നമ്മൾ അതിനുള്ളിൽ എത്തിയിട്ടില്ല. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഇനിയും ഒരുപാട് നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഗേറ്റ് ലക്ഷ്യമാക്കി നമ്മൾ നടക്കുകയാണ്. നമുക്ക് E17 നമ്മളുടെ ഗേറ്റ് നമ്പർ. ഈ 17 മാത്രമേ അവർ കയറ്റി വിടൂ. കാരണം നമുക്ക് അതിന് മുന്നേ പിന്നെ 13 ഉണ്ട്, 14 ഉണ്ട്, 15 ഉണ്ട്. പക്ഷെ അതിലൊന്നും നമുക്ക് കയറാൻ അവർ സമ്മതിക്കില്ല. അങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. നമ്മൾ വെളിയിൽ കാണുന്നൊന്നും അല്ല കേട്ടോ ഈ സ്റ്റേഡിയം. നമുക്ക് വെളിയിൽ നമ്മളൊന്നും കാണുന്നില്ല. ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോഴാണ് നമുക്കിതിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താ പറയുക, വേറൊരു ലോകം തന്നെയാണ് അതിൻ്റെ ഉൾവശം. അങ്ങനെ നമ്മളെ ഗേറ്റ് ലക്ഷ്യമാക്കി നമ്മൾ നടക്കുകയാണ്. ഇതിനുള്ളിൽ കയറിയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നില്ല. നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ 14 കണ്ടു. ഈ 14, 15, 16, 17 നമ്മളത്. അങ്ങനെ 17 ലക്ഷമാക്കി നമുക്ക് 17 എത്തണം. അങ്ങനെ നമ്മൾ 17 സെക്യൂരിറ്റി ചെക്കിനെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗാലറി ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. ഈ കാണുന്ന സ്റ്റെപ്പുകൾ മുഴുവൻ നമുക്ക് മേലേക്ക് കയറി പോകണം. അങ്ങനെ കയറി നമ്മൾ ടോപ്പിൽ എത്തണം. ഏറ്റവും ടോപ്പിലാണ് നമ്മളെ ഡോറ് വരുന്നത്. അപ്പോൾ അത് ലക്ഷ്യം വെച്ച് നമ്മളിങ്ങനെ നടക്കുക മുകളിലേക്ക്.
പോടാ ഏകദേശം പകുതി കയറിയപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ രണ്ടുപേരും ശരിക്കും കുഴങ്ങിയിരുന്നു. കാരണം ഇത് ചെറിയൊരു അല്ല, നമ്മൾ കാണുമ്പോഴല്ല, അങ്ങ് നടന്നാലും തീരാത്തൊരവസ്ഥയായിരുന്നു. ഗോൾ വീണുന്നുണ്ടേ. ഏകദേശം ഗാലറി ഫുള്ളായിരുന്നു. ഒരു മുട്ടുസൂചി വീണാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്ര ജനങ്ങളായിരുന്നു. വേറൊരു കാരണം കൂടി ഉണ്ട്, ഇന്ന് ഖത്തറിന്റെ കളി കൂടി ആയതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഗാലറി ഫുള്ളാകാനുള്ള കാരണം എന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ കളി കഴിയുന്നതിന് മുന്നേ ഇറങ്ങിയതാണ്, കാരണം അത്രയ്ക്ക് ട്രാഫിക്കാണ് വെളിയിൽ. അപ്പോൾ കളി കണ്ടു. ഇനിയിപ്പോൾ ഹാഫ് ടൈമാണ്. എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലിനി ഗോളടിക്കില്ല എന്നുള്ള ഒന്നിൽ നിൽക്കുകയാണ് ഇപ്പോഴും. അപ്പം ഞങ്ങൾ വേഗം ഇറങ്ങിയതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം മറ്റൊരു വിശേഷമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ ബൈ.